ഫെർട്ടിലൈസേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ മെയിലിനെയും ഫീമെയിലും നമുക്ക് ഒരുമിച്ച് എപ്പോഴും ഇടാൻ പറ്റില്ല. മീൻസ് ഇത് ടാങ്ക് മേറ്റ് സെമി അഗ്രസീവ് കാറ്റഗറിക്കകത്ത് വരുന്നതുകൊണ്ട് ടാങ്ക് അത്യാവശ്യം സ്പേസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്ത് അവരെ കാണത്തക്ക രീതിയിൽ ഒരു പാർട്ടീഷൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഫീമെയിൽ എഗ് ലോഡഡ് ആണ് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഒരുമിച്ച് ഇടാൻ പറ്റുള്ളൂ. ഇത് പാരന്റൽ കെയർ ചില സ്ട്രെയിനില്ല, നമുക്ക് എല്ലാ സ്ട്രെയിനുകളും പാരന്റൽ കെയർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഫ്ലോറോണ്ട ചില വെറൈറ്റീസ് നല്ല രീതിയിൽ പാരന്റൽ കെയർ ഉള്ളതായിരിക്കും. അപ്പോൾ ഫീമെയിൽ എഗ് ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിലിനെ മാറ്റുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അഗ്രസീവ്നെസ് അത് ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും, മാറ്റിയിടുക. ഇവര് പൊതുവേ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോണോ അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലെ പാത്രങ്ങളോ അതിലൊക്കെ ആയിരിക്കും കൂടുതലും മുട്ട ചെയ്യുന്നത്. പിന്നെ മെയിലാണ് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ശേഷം 2-3 ദിവസമൊക്കെ അതിനൊന്ന് പൊടിയോ ഡസ്റ്റോ വേറെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി കുറച്ചൊന്ന് വിരിയിച്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം മെയിലിനെ മാറ്റാം. പിന്നെ ഇവരെ നമുക്ക് നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർമർ എന്ന് പറഞ്ഞിരുന്നത്, അതായത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു 28 മുതൽ 30 സഡൻ ആയിട്ട് pH-ന്റെ ചേഞ്ചോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മുട്ട വിരിയാനും അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ ഒക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രെസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം വളർത്താൻ ആഗ്രഹിക്കുന്നവർ നോർമൽ കണ്ടീഷനിൽ വളർത്തുക. അതോടൊപ്പം തന്നെ ഒരു ഹീറ്റർ കരുതിയിരിക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ വരെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റർ വയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക.